അപ്പോൾ രണ്ടാഴ്ചയൊക്കെ ഓടായിരുന്ന വണ്ടി കാറോട്ട് പെട്രോൾ ഓവർഫ്ലോവും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കും. പിന്നെ ചില കാറോട്ട് പുതിയ മാറ്റി വയ്ക്കും. വെള്ളത്തിൻ്റെ കണ്ടന്റ് എന്താ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടികളെല്ലാം പ്രോബ്ലമാണ്. മൈലേജ് കുറയുന്നുണ്ട്, പുള്ളിയും കുറയുന്നുണ്ട്. ചിലയിടത്ത് നിന്ന് അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മൈലേജ് കിട്ടാറുണ്ട്, ചിലയിടത്ത് നിന്ന് അടിക്കുമ്പോഴത്തേക്ക് പെട്രോളിൻ്റെ അളവും കുറവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ E20 അങ്ങനെ സപ്പോർട്ട് ആവുന്നതല്ലേ. എന്നാലും ഇപ്പം E20 ആ ഒരു പൈസയ്ക്ക് E20 ഇപ്പോൾ അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് പെട്രോളിൻ്റെ വില കൂടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നോർമലൈസ് ആയി കഴിഞ്ഞു. 120 രൂപയ്ക്ക് അടിച്ചാലും നാളെ രാവിലെ അടിക്കാനുള്ള ആൾ പെട്രോൾ അടിച്ചിട്ട് പോകും. E20 ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. E20 പെട്രോൾ മാറ്റി പഴയതുപോലെ 100% പെട്രോൾ എന്ന ആവശ്യവുമായി CJPക്ക് സമാനമായ ഒരു EJP പ്രസ്ഥാനം മുന്നോട്ട് വന്നിരിക്കുകയാണ്. തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് EJPയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പം E20 പെട്രോൾ വരുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് നമുക്ക് സാധാരണക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അഭിപ്രായത്തിൽ വണ്ടി എഞ്ചിൻ പണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൂടുതലാവും. ആദ്യത്തെ പെട്രോൾ വണ്ടിയാകുമ്പോൾ വലിയ എമൗണ്ട് ആവില്ല എഞ്ചിൻ പണി വന്നു കഴിഞ്ഞാൽ. അപ്പം പ്യുവർ പെട്രോൾ അടിക്കുന്നതാണ് എഞ്ചിന് നല്ലത്, ഗ്യാരൻറ്റിയുമാണ്, എഞ്ചിന് സേഫ്റ്റിയുമാണ്. അപ്പോൾ പ്യുവർ പെട്രോൾ ഇത്തനോളം മാറ്റി കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. E20യോട് താല്പര്യമില്ല. E20യോട് താല്പര്യമില്ല. ഞാൻ ഇന്ത്യൻ ഓയിൽ അടിക്കത്തില്ല. അത് ഇടയ്ക്കടിച്ചപ്പോൾ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അടിക്കത്തില്ല. അന്ന് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട്. മൈലേജ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയ എന്തോ ഒരു വണ്ടിക്ക് എഞ്ചിനാണോ കംപ്ലൈന്റ്? ടാങ്കിൽ എന്തോ ചെറിയൊരു ഇഷ്യൂ. അപ്പോൾ അത് എത്തനോൾ കൊണ്ടാണ് അങ്ങനെയും പറയാം. നമുക്കും വരുമാനം കുറവാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്നത് പകുതി കൂടുതലും പെട്രോൾ അടിക്കണം. പക്ഷേ ഇപ്പോൾ പെട്രോളിൻ്റെ ക്യാഷ് പോലും കിട്ടാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓർഡർ ഇല്ലാത്ത കാരണം കിട്ടുന്നത് തന്നെ 300 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങിയാണ് അത്രയും ഓർഡർ തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് 100-250 രൂപയുടെ പെട്രോൾ പോകുന്നുണ്ട്. മൈലേജ് തന്നെ കിട്ടുന്നില്ല. മൈലേജ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ പെട്രോൾ ഇപ്പോൾ എല്ലായിടവും മായം കലർന്നതാണെന്നാണ് പലയിടത്തും സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് ആരടുത്തും പോയി പറയാൻ പറ്റില്ലല്ലോ. ചിലയിടത്ത് നിന്ന് അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മൈലേജ് കിട്ടാറുണ്ട്, ചിലയിടത്ത് നിന്ന് അടിക്കുമ്പോഴത്തേക്ക് പെട്രോളിൻ്റെ അളവും കുറവാണ്. പലയിടത്ത് 2-3 പമ്പിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിച്ച് നോക്കിയപ്പോൾ ചില പമ്പിൽ ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. നമ്മൾ അടിക്കുന്ന സമയം നമ്മൾ നോക്കി വെക്കാറുണ്ട് കിലോമീറ്റർ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ചില പമ്പിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കുള്ളതിനേക്കാളും കുറവാണ്, മൈലേജ് കുറവാണ്. അപ്പോൾ CJP പ്രതിഷേധമൊക്കെ കണ്ടില്ലായിരുന്നു. അപ്പം CJPക്കാർ തന്നെ ഇന്നടുത്ത് E20ക്കെതിരായിട്ട് EJP എന്ന് പറഞ്ഞിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. 2-3 ദിവസമായിട്ടുള്ള അക്കൗണ്ട് തുടങ്ങിയിട്ടും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ്. അപ്പം അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ സൊസൈറ്റിക്ക് ഒരു പ്രശ്നമോ പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. വിലയും കൂടുതലും കംപ്ലൈൻറ്റ് ഉണ്ട്, നമ്മൾ അത് ഓടിയാലേ ഒക്കുള്ളൂ. ഇപ്പം ഡീസലിനും പെട്രോളിനും മാത്രമല്ല ഡീസലിനും ഗ്യാസിനൊക്കെ വില കൂടുതലാണ്. ഇപ്പം കയറിയ മന്ത്രി കാരണം ഇപ്പം എല്ലാതും വില കൂടുതൽ. ഓട്ടോ ഇപ്പോൾ ചാർജ് കുറവാണ്. ഈ വില കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് ഓടിയാലേ നമ്മളെ വീട്ടിൽ കഞ്ഞി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്രോളിൽ ഇപ്പം 20% എത്തനോളും 80% പെട്രോളും ആണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുമൂലം വണ്ടികളുടെ എഞ്ചിൻ കംപ്ലൈൻറ്റ് ആവുന്നുണ്ട്. പണ്ടത്തെ പോലെ മൈലേജ് കിട്ടുന്നില്ല. മൈലേജ് കുറവാണ്, എന്നാലും നമ്മളത് ഓടിയേ പറ്റുള്ളൂ. നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. ഇപ്പോൾ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം മൈലേജ് കുറവാണ്, എന്നാലും നമുക്ക് ഇത് ഓടിയ ഒരു ദിവസം ചിലപ്പോൾ വല്ലതും കിട്ടും, അല്ലെങ്കിൽ 500 രൂപ കിട്ടും. നമ്മളെ വീട്ടിൽ പോടെ കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് ഓടാതെ നമുക്ക് ആരും ഇല്ലത്. E20 ഇപ്പം മൈലേജ് കിട്ടുന്നില്ല, എഞ്ചിൻ കംപ്ലൈൻ്റ് ആവുന്നൊക്കെ പരാതിയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിയാണ്. ഇപ്പോൾ CJP പ്രതിഷേധം കണ്ടില്ലായിരുന്നു ഡൽഹിയിലായിരുന്നു. അപ്പോൾ അവർ തന്നെ EJP എന്നൊരു പ്രസ്ഥാനം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 1-2 ദിവസമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി. എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഫോളോ ചെയ്ത് എത്തുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ E20ക്ക് എതിരായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കും ബൈക്കുണ്ട്, ഞാൻ ഓട്ടിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും E20 അത്ര ഇതല്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ E20 അങ്ങനെ സപ്പോർട്ട് ആവുന്നതല്ലേ. എന്നാലും ഇപ്പം E20 ആ ഒരു പൈസയ്ക്ക് E20 ഇപ്പോൾ അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി കംപ്ലൈൻ്റ് ആവും, അത് യൂസർക്ക് വലിയ പ്രശ്നമാവും. E20 സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്ര ഫണ്ടുള്ളവർക്കാണെങ്കിൽ XP100 ഒക്കെ അടിച്ചു പോകും, XP100 XP95 ഒക്കെ അടിച്ചു പോകാൻ കുഴപ്പമില്ല. എന്നാലും നോർമലി ഉള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വണ്ടി ഓടിക്കണം. എങ്ങനെ മൈലേജ് ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ പെട്രോളിൽ? എല്ലാവർക്കും വളരെ കുറവല്ലേ. E20 കോമ്പാക്റ്റ് വണ്ടികൾ സാധാരണക്കാർ എല്ലാവരും കുറവാണ്. എല്ലാവരും ഒരു 2015 മുന്നേ കാറ് വാങ്ങിച്ചവരാണ് ഭൂരിപക്ഷം ആളുകൾ. അവരുടെ വണ്ടികളിലൊക്കെ പവർ ഡ്രോപ്പ് ആയാലും മൈലേജിൻ്റെ ഇഷ്യൂസ് ആയാലും ഒരുപാടുണ്ട്. അത് ഭയങ്കര ഒരു വിഷയമാണ്, അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം. പക്ഷേ അത് കറക്റ്റായിട്ടൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ആളുകൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് പെട്രോളിൻ്റെ വില കൂടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നോർമലൈസ് ആയി കഴിഞ്ഞു. 120 രൂപയ്ക്ക് അടിച്ചാലും നാളെ രാവിലെ അടിക്കാനുള്ള ആൾ പെട്രോൾ അടിച്ചിട്ട് പോകും.
ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇനി മുതൽ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കായി. CJP സമരം ഡൽഹിയിലുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പോലെ ഒരു ഇമോഷണൽ ബാക്കിംഗ് ഇതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകത്ത് നിൽക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളായിട്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ആണ് കേരളത്തിലുള്ള ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ഷുഗർ കെയിൻ ഫാക്ടറീസ്, മിൽസൊക്കെ അവരാണ് ഈ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ എന്താണ് ഇതൊരു സംഘടിതമായ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് കോൺഗ്രസും വരുത്തില്ല. ആകപ്പാടെ ഇതിന് വരാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷമാണ്. പക്ഷേ അവരൊക്കെ നാഷണൽ പാൻ ഇന്ത്യ വൈസ് എത്രത്തോളം ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ നിലവിൽ സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേതിക വശം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് മെക്കാനിക് ചേട്ടന്മാരോടുകൂടി അഭിപ്രായങ്ങൾ ചോദിക്കാം. E20 നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പം 80% പെട്രോളും 20% എത്തനോളുമാണ് ഇതിൽ കലരുന്നത്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. എൻജിൻ കേടാവും, മൈലേജ് കിട്ടുമെന്നുള്ള. അപ്പോൾ അതിന് ചേട്ടനോട് ഒരു പ്രതികരണം. മെയിനായിട്ട് കാർബറ്റാണ് കംപ്ലയിൻറ്റ് വരുന്നത്. അത് വണ്ടി ഒരു 2 ആഴ്ച ഒരാഴ്ച ഓടായിരുന്ന കാർബറ്റ് കംപ്ലയിൻറ്റ് വരുന്നത്. പിന്നെ കൂടുതലിരുന്ന് കഴിഞ്ഞാൽ കാർബറ്റ് മാറ്റേണ്ടി വരും. മെയിൻ കംപ്ലയിൻ്റ് ആണത്. അങ്ങനെ എഞ്ചിനൊക്കെ പണിയായിട്ട് എഞ്ചിൻ വർക്കില്ല. മെയിൻ കാർബറ്റാണ് കംപ്ലയിൻറ്റ്. എത്തനോളും ഉണ്ട്. ആ കാർബറ്റ് കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം അപ്പോൾ 2 ആഴ്ചയൊക്കെ ഓടായിരുന്ന വണ്ടി കാർബറ്റ് പെട്രോൾ ഓവർഫ്ലോ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കും. പിന്നെ ചില കാർബറ്റ് പുതിയ മാറ്റി വയ്ക്കും. പിന്നെ ഒരുപാട് ഇതായ പിന്നെ കാർബറ്റ് എടുത്ത് മാറ്റേണ്ടി വരും. മൈലേജ് അല്ല മെയിൻ പ്രശ്നം. ശരിക്കും കാർബറ്റാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഈ കാർബറ്റ് മൈലേജിനെ പറ്റി ആരും അങ്ങനെ സംസാരിക്കില്ല. മെയിൻ കാർബറ്റാണ് കംപ്ലയിൻറ്റ്. മൈലേജ് കുറവ് വരും. മെയിൻ കാർബറ്റാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത്. കാർബറ്റ് അതിൻ്റെ ഇതൊക്കെ പൂപ്പ് കയറി അതിൻ്റെ ഇത് പിസ്റ്റനൊക്കെ പോവും. ഒരു മാസം 2 മാസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാർബറ്റ് ഇത് കളയേണ്ടത്. ഇതിപ്പോൾ ആ ഒരു കാർബറ്റ് അങ്ങനെ കളയാൻ വെച്ചിരിക്കുന്നു. അത് ബുള്ളറ്റ് കമ്പനിക്കാർ മിക്കവാറും ആ E20 പെട്രോളിൻ്റെ ഇത് കാർബറ്റ് ഇറക്കിയത്. ഇനി ഇറങ്ങുന്ന വണ്ടിയിൽ വണ്ടിയിൽ അങ്ങനെയാണ് വരുന്നത്. പഴയ വണ്ടികൾക്ക് അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. പ്രശ്നമാണ്. തീരെ പഴയ വണ്ടി കുഴപ്പമില്ല. ഈ മീഡിയം വണ്ടിക്ക് വലിയ പ്രശ്നമാണ്. E20 വന്നതിന് ശേഷം വണ്ടിക്കെല്ലാം കംപ്ലൈൻ്റ് ആണ്. ഒരു ബ്ലാക്ക് പുക വരണുണ്ട്. കാർബേറ്റ് അതിനകത്ത് കാർബേറ്റിൻ്റെ വെള്ളം കയറിയിട്ട് അതിൻ്റെ നീഡിലെല്ലാം സ്റ്റക്കായിട്ട് ഓവർഫ്ലോ ആവുന്നുണ്ട്. നമ്മളത് റിപ്പയർ ചെയ്ത് വീണ്ടും കൊടുത്താലും 2 ദിവസം 3 ദിവസം കഴിയാതെ വണ്ടി ഉപയോഗിക്കാതിരുന്ന വീണ്ടും അത് പറഞ്ഞുണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എന്താ കൂടുതലാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കെല്ലാം പ്രോബ്ലമാണ്. മൈലേജ് കുറയുന്നുണ്ട്, പുള്ളിങ് കുറയുന്നുണ്ട്, മിസ്സിങ് ഉണ്ട്. അപ്പോൾ പഴയ വണ്ടികൾക്ക് എത്തനോൾ നല്ലതല്ല. പുതിയ വണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല. എഞ്ചിന് കംപ്ലൈൻറ്റ് ഉണ്ട്, വാൽവ് കംപ്ലൈൻറ്റ് ആവുന്നുണ്ട്, പൊല്യൂഷനൊക്കെയാണ് ഒരുപാട് കംപ്ലൈൻറ്റ്. ബ്ലാക്ക് പുക വരണുണ്ട്. അതൊന്നും മാറില്ല. പണ്ടത്തെ വണ്ടിക്കൊന്നും അങ്ങനെ ബ്ലാക്ക് പുക ഇല്ല. ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും ബ്ലാക്ക് പുക എത്ര പണിതാലും അത് കംപ്ലൈൻറ്റ് മാറില്ല. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ E20 പെട്രോൾ ജനങ്ങളെ ആശങ്കയുടെ മുൻമുനയിൽ തന്നെ നിർത്തുകയാണ്. ജനങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ കേട്ട് E20 പെട്രോൾ നിർത്തലാക്കി 100% പെട്രോൾ നിലവിൽ വരുമോ, അതോ E20ക്ക് പകരം E25 ആയിട്ട് തിരിച്ചു വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ക്യാമറാമാൻ അരുണിനൊപ്പം സമൃദ്ധ അനി, മംഗളം ന്യൂസ് ഡെസ്ക്.